കെയർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വാട്ടർ അതോറിറ്റി LD ക്ലർക്ക് നിയമനത്തിലുള്ള പുതിയ റാങ്ക് പട്ടികയിൽ 345 പേരാണ് ഉള്ളത്. സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്നവരിൽ 12 പേരെ ഒഴിവാക്കിയിട്ടുണ്ട്. 2023 ജൂലൈയിൽ പ്രസിദ്ധീകരിച്ച ആദ്യ റാങ്ക് പട്ടിക സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് റദ്ദാക്കിയിരുന്നു. അതിനുശേഷമാണ് പുതിയ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിച്ചത്. രേഖാപരിശോധന നടത്തിയാണ് പുതിയ റാങ്ക് പട്ടിക തയ്യാറാക്കിയത്. അതുപോലെ തന്നെ റാങ്ക് പട്ടികയുടെ മുഖ്യ പട്ടികയിൽ 343 പേര് ആണ് ഉള്ളത്. പട്ടികജാതി ഉപപട്ടികയിൽ ഒരാളും കാഴ്ചയ്ക്ക് വെല്ലുവിളി നേരിടുന്നവരുടെ ഉപപട്ടികയിൽ ഒരാളും ഉൾപ്പെട്ടിട്ടുണ്ട്. മറ്റ് സംവരണ വിഭാഗങ്ങൾക്ക് ഉപപട്ടികകൾ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഏകീകൃത പട്ടിക എന്ന നിലയിലാണ് റാങ്ക് പട്ടിക തയ്യാറാക്കിയത്. 4 മാർക്കാണ് കട്ട് ഓഫ് മാർക്ക് ആയിട്ട് നിശ്ചയിച്ചത്. ഫെബ്രുവരിയിൽ നിയമന ശുപാർശ അയക്കാനാണ് PSCയുടെ അന്തിമ തീരുമാനം എന്നാണ് അറിയാൻ കഴിയുന്നത്. 145 ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വിജ്ഞാപനത്തിൽ പറഞ്ഞ യോഗ്യതയുള്ളവരെ മാത്രമേ നിയമനത്തിനുള്ള റാങ്ക് പട്ടികയിൽ പരിഗണിക്കാവൂ എന്നായിരുന്നു സുപ്രീം കോടതിയുടെ വിധി. മറ്റ് യോഗ്യതകളോ സമാന യോഗ്യതകളോ നേടി ആദ്യത്തെ പട്ടികയിൽ ഉൾപ്പെട്ടവരെ ഒഴിവാക്കിയാണ് പുതിയ റാങ്ക് പട്ടിക തയ്യാറാക്കിയത്. 2012 വിജ്ഞാപന പ്രകാരമുള്ള നിയമന നടപടികൾ കോടതി വ്യവഹാരങ്ങളിൽ പെട്ട് നീണ്ടുപോവുകയായിരുന്നു. വിജ്ഞാപനത്തിൽ പറഞ്ഞിരുന്ന ഒഴിവിലേക്ക് മാത്രമേ ഇതിൽ നിന്ന് നിയമനത്തിന് സാധ്യതയുള്ളൂ എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതുപോലെ തന്നെ അതിനുശേഷം ഉണ്ടായ ഒഴിവുകൾ കമ്പനി കോർപ്പറേഷൻ റാങ്ക് പട്ടികയിൽ നിയമനം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ വിജ്ഞാപനത്തിന് സമയത്ത് മാറ്റിവെച്ച ഒഴിവുകളിലേക്കാണ് ഇപ്പോഴത്തെ റാങ്ക് പട്ടികയിൽ നിന്ന് നിയമനം നടത്തുക. 12 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇവർക്ക് നിയമന ശുപാർശയും നിയമനവും ഒക്കെ ലഭിക്കുന്നത്. അതിനോട് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതോടൊപ്പം എനിക്ക് അറിയിക്കാനുള്ളത്, പരീക്ഷ എഴുതിയവർക്ക് മാർക്ക് പുനഃപരിശോധനയ്ക്കും ഉത്തരക്കടലാസ പകർപ്പിനുമൊക്കെ ഇപ്പോൾ അപേക്ഷിക്കാവുന്ന സമയമാണ്. പ്രൊഫൈലിലൂടെ ഫെബ്രുവരി 12 വരെ അപേക്ഷ സ്വീകരിക്കും. അതുപോലെ തന്നെ മാർക്ക് പരിശോധനയ്ക്ക് 85 രൂപയും ഉത്തരക്കടലാസ് പകർപ്പിന് 335 രൂപയുമാണ് ഫീസ്. ഇത് ഓൺലൈനായിട്ട് അടയ്ക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മാർക്കിൻ്റെ കാര്യത്തിലൊക്കെ പല ഉദ്യോഗാർത്ഥികളും റാങ്ക് പട്ടികയിൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പുനഃപരിശോധനയ്ക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ OMR ഷീറ്റ് എടുപ്പിക്കുകയും ചെയ്യാം. ഞാൻ പലതവണയായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഫെബ്രുവരി 12-ാം തീയതിക്ക് മുമ്പ് വരെയായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിച്ച് അതിൽ വേണ്ട ക്ലാരിഫിക്കേഷൻ നടത്താവുന്നതാണ്. അതോടൊപ്പം കൂട്ടിച്ചേർക്കൽ വിജ്ഞാപനം വഴി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്ലറിക്കൽ മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വാട്ടർ അതോറിറ്റി LD ക്ലർക്ക് വളരെ കാലമായിട്ട് പല പ്രശ്നങ്ങൾ നിൽക്കുന്ന ഒരു കാര്യമാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഫെബ്രുവരിയിൽ തന്നെ നിയമന ശുപാർശ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് വളരെയധികം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.